സ്നേഹമുള്ളവരെ, 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ ഒരു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനാണ് കാൾ റാനർ. ജർമ്മൻകാരൻ. അദ്ദേഹം ഒരിക്കൽ ജർമ്മനിയിൽ യുവജനങ്ങൾക്ക് വേണ്ടി ഏകദിന സെമിനാർ നടത്തി. ആ സെമിനാറിൻ്റെ അവസാനം ചോദ്യോത്തരവേളയായി അദ്ദേഹം നൽകി. യുവജനങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ചോദ്യം എന്നോട് ചോദിക്കാം, ഞാൻ ഉത്തരം തരും. അപ്പോൾ യുവജനങ്ങൾ ആവേശത്തോടെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിൽ മിടുക്കനായൊരു യുവാവ് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു 1.5 ചോദ്യം ചോദിച്ചു. അവൻ ചോദിച്ചു, അല്ലയോ കാൾ റാനർ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി വിവിധ ഭാഷകളിൽ ബൈബിളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൈവശം ബൈബിളുണ്ട്. നമുക്കൊന്ന് സങ്കല്പിക്കാം, ഒരു ദിവസം ഈ ബൈബിൾ മുഴുവനും കത്തിപ്പോയെന്ന് കരുതുക. ലോകത്തെവിടെയും ബൈബിളില്ല, ബൈബിളിൻ്റെ ഒരു കോപ്പിയുമില്ല, ബൈബിൾ മുഴുവനും നശിച്ചു പോയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ ബൈബിൾ എഴുതാൻ കഴിയുമോ? ഓഡിയൻസ് പോലും അമ്പരന്ന് പോയി ചോദ്യം കേട്ട്. ഒരു ശ്മശാന മൂകത ആ ഓഡിയൻസിനിടയിൽ ഇങ്ങനെ വ്യാപിച്ചു. ചെറുപുഞ്ചരിയോടെ കാൾ റാനർ എഴുന്നേറ്റ് നിന്നിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, നമുക്ക് പുതിയ ബൈബിൾ എഴുതാം. പക്ഷേ എഴുതപ്പെടുന്ന പുതിയ ബൈബിളിൽ ഒറ്റ വാക്ക് മാത്രമേ കാണൂ, സ്നേഹം. നമുക്കൊരു പുതിയ ബൈബിൾ എഴുതാം. ഇനിയൊരു ബൈബിൾ എഴുതുകയാണെങ്കിൽ അതിൽ എഴുതപ്പെടുന്ന ഒറ്റ വാക്ക് സ്നേഹമായിരിക്കും. പ്രിയമുള്ളവരെ, കാൾ റാനർ വളരെ വിദഗ്ധമായി സുന്ദരമായി ബൈബിളിനെ ചുരുക്കി ഒറ്റ വാക്കിൽ സ്നേഹം. നമുക്കറിയാം, ഈ ബൈബിളിൻ്റെ ഉള്ളടക്കമെന്നത് അത് രക്ഷാകര ചരിത്രമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം രക്ഷാകര ചരിത്രമാണ്. ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നതിൻ്റെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്തിനാണ് ദൈവം ഇങ്ങനെ മനുഷ്യനെ രക്ഷിക്കുന്നത്? മനുഷ്യരോടുള്ള സ്നേഹമാണ്. യോഹന്നാൻ ശ്ലീഹ പറയില്ലേ, തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ അളവുകോല്. പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയും, സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷം സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കാൻ ശ്രമിക്കാം. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളരാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.